വയനാട് ചെതലയത്ത് കടുവ പശുവിനെ ആക്രമിച്ചുവെന്ന് പരാതി. പടിപ്പുര നാരായണന്റെ പശുവിനെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിൽ പശുവിന് പരുക്കേറ്റു. അതിനിടെ വയനാട് തരുവണയിൽ കരടി ഓടുന്ന ദൃശ്യം പുറത്തു വന്നതോടെ വനംവകുപ്പ് പരിശോധന ഊർജിതമാക്കി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, കഴിഞ്ഞ ദിവസമൊക്കെ വയനാട്ടിൽ വിവിധ ഇടങ്ങളിൽ വന്യമൃഗശല്യത്തിന്റെ വാർത്തകൾ, അത് ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ കൂടുതൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ആന, കരടി, കടുവ, പുലി, കാട്ടുപോത്ത് എന്ന് വേണ്ട ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ തുടർച്ചയായി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുന്നു വയനാട്ടിൽ. ഈ അല്പസമയം മുമ്പാണ്, ഉച്ചയോട് കൂടിയാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ചെതലയം എന്ന് പറയുന്ന പ്രദേശത്ത് പടിപ്പുര നാരായണൻ്റെ പശുവിനെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. വയലിൽ മേയ്ക്കാൻ വേണ്ടി വിട്ടതായിരുന്നു ഈ പശുവിനെ, കെട്ടിയിട്ടതായിരുന്നു പശുവിനെ. ആ പശുവിനെയാണ് കടുവ കടിച്ചത്. കടുവ കടിച്ച ശേഷം അത് ഏതാണ്ട് വലിയ രീതിയിലുള്ള പരിക്കുണ്ട്. കഴുത്തിനാണ് പരിക്ക് ഏറ്റിരിക്കുന്നത്. വനപാലകർ ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാരും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരടി ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ട് 40 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കുറുവ ദ്വീപിൻ്റെ ആ പ്രദേശത്ത് നിന്ന്, ആ വനമേഖലയിൽ നിന്നും വന്നതാണ് ഈ കരടി. അതിനുശേഷം അത് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ വള്ളിയൂർക്കാവിന് സമീപമുള്ള പ്രദേശത്താണ് എത്തിയത്. ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇതിനുശേഷം ഇത് എടവക പഞ്ചായത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിലേക്ക് പോയി. പിന്നീട് ഇപ്പോൾ ഉള്ളത് വെള്ളമുണ്ട പഞ്ചായത്തിൻ്റെ, അതായത് വയനാട് നോർത്ത് ഡിവിഷൻ്റെ പരിധിയിലുള്ള പ്രദേശമാണിത്. ഇവിടെ വെള്ളമുണ്ട പഞ്ചായത്തിലെ പാലിയാണ, കരിങ്ങാരി പ്രദേശങ്ങളിലാണ് ഈ കരടിയെ കണ്ടിരിക്കുന്നത്. കരിങ്ങാരിയിൽ കരടി നെൽവയൽ മുറിച്ചു കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. ആ നെൽവയൽ മുറിച്ചു കിടക്കുന്ന ദൃശ്യമാണ് ഇതിനകം തന്നെ പുറത്ത് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഇത് തുടർച്ചയാകുന്ന സ്ഥിതിയാണ് ഈ മേഖലയിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ മാനന്തവാടി, ഈ വള്ളിയൂർക്കാവ് ഭാഗത്തും പിന്നീട് തോണിച്ചാൽ ഭാഗത്തും കണ്ട ഇതേ കരടി ഈ പീച്ചങ്കോട് മേഖലയിലും എത്തിയിരുന്നു. അവിടെ നിന്ന് ഒരു വീട്ടിൽ കയറിയ ശേഷം വെളിച്ചെണ്ണ കുപ്പി എടുത്ത് കൊണ്ടുപോയി. അത് വീട്ടുകാർ കണ്ടതാണ്. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആ വെളിച്ചെണ്ണ കുപ്പി ഉപേക്ഷിച്ചത് കടന്നു പോകുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. വനം വകുപ്പ് മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. ശരി, വയനാട്ടിൽ വീണ്ടും വിവിധ ഇടങ്ങളിൽ വന്യമൃഗ ശല്യം.